ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളിനെ ഒരു ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളടുത്ത് കയ്യിൽ സാധാരണ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരെ പിന്നെ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. പൾസറിന്റെ ഒരു ചേസും കാര്യങ്ങളും എഞ്ചിനൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇതിപ്പോ നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യാനുള്ളത് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കണക്ഷൻസും കാര്യങ്ങളും ചെയ്യാണ്ട് നമ്മളതൊന്ന് ഇവിടെ സ്വിച്ചിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓപ്പോസിറ്റ് ആക്കുമ്പോൾ അതേ വണ്ടിയുടെ തന്നെ ഒരു പുതിയ മോഡൽ വേർഷൻ അവർ ഇറക്കിയാണ്. അപ്പൊ അതിൽ അവര് ലിഥിയം അയോൺ ആക്കിയപ്പോ സ്പേസ് ഇതാണ്. പിന്നീട് നമ്മൾ അവസാനമായിട്ട് കാറിലേക്ക് എത്തും, 4-വീലറിലേക്ക് എത്തും. അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് തന്നെ എങ്ങനെയാണ് വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ EV-യിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുക. ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം മുതൽ 6 മാസം വരെയുള്ള ഡിപ്ലോമ കോഴ്സ് വരെ നമ്മൾ ഇപ്പം നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് പകരം വേണമെങ്കിൽ ഇതുപോലത്തെ ലിഥിയം ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്യാം. കൺട്രോളർ, അതുപോലെ തന്നെ ഒരു മോട്ടർ, അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഒക്കെ ഓൺ ചെയ്യാൻ വേണ്ടിട്ടൊരു സെറ്റ്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ഹാൻഡിൽ ബാറിൽ വരുന്ന ആക്സിലേറ്റർ, ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്കൂട്ടറിലേക്ക് വരുമ്പോൾ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടി ഇതൊരു 3-ഫേസ് സിസ്റ്റം. നേരെ ഇലക്ട്രിക് വെഹിക്കിൾ പഠിക്കുന്നതിന് മുമ്പ് അത് നമ്മൾ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ആദ്യം പഠിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു 3-ഫേസ് സിസ്റ്റത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നതോടുകൂടി വീട്ടിലെ കറണ്ട് അത്യാവശ്യം ഇലക്ട്രിസിറ്റി വർക്ക് നമുക്ക് ബേസ് ചെയ്യാനുള്ള ആ ഒരു മേഖലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് തിരിയാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഫ്രണ്ട്സ്, കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു പ്ലേസ്മെന്റോട് കൂടി നല്ലൊരു അടിപൊളി ജോബ്, കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു അടിപൊളി കോഴ്സ്. ഒരു കോഴ്സ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു കോഴ്സ് മാത്രമല്ല, നമുക്ക് പല മേഖലയിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ. അതും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഇവിടെ നമ്മളെ ഈ റൂട്ട്സ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കള്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ആരെങ്കിലും ഒരു കുറഞ്ഞ സമയം കൊണ്ട്, ഇനി ഈവൻ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാം, ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാം, കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാം. ഒരു ദിവസത്തെ പ്രാക്ടിക്കൽ കോഴ്സ് വരെ നമുക്ക് ഇവര് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. സോ നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോളി. എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. സോ നമുക്ക് ഈ റൂട്ട്സിന്റെ ഈ ഒരു വീഡിയോ, അപ്പോൾ നേരെ നമുക്ക് പല കാര്യങ്ങളും പല മേഖലയിലുള്ള നിരവധി എക്സ്പേർട്ടുകളാണ് ഈ റൂട്ട്സിൽ നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠനം, ബിസിനസ് പ്ലസ് നമുക്ക് എന്താ വെച്ചാൽ ഒരു സ്വയം തൊഴിൽ എന്നുള്ള ഒരു മേഖലയിൽ നമുക്ക് പല മേഖലയിലേക്ക് നിന്നുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഈ റൂട്ട്സിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രെയിനിങ് ഹെഡാണ് പ്രവീൺ സാർ അല്ലേ. സാർ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രവീൺ സാർ, നമ്മൾ കറക്റ്റ് ഈ ഒരു പിന്നെ ഈ റൂട്ട്സ് ടെക്നോളജിന്റെ ലൊക്കേഷൻ നാഷണൽ ഹൈവേ 17-ലാണ്. അതില് കാലിക്കറ്റ്, രാമനാട്ടുര, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും മിഡിലായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ഒരു ബോർഡർ പ്ലേസ് ആണ്. അതായത് കാലിക്കറ്റിന്റെയും മലപ്പുറത്തിന്റെ ഒരു ബോർഡർ പ്ലേസ്. അതെ. കിൻഫ്ര ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്ക് കാക്കഞ്ചേരിയാണ് പ്രോപ്പർ പ്ലേസ്, ഈ സ്ഥലം. അപ്പൊ നമുക്ക് ഈ പിന്നെ പാർക്കിന്റെ ഉള്ളിൽ ഫസ്റ്റത്തെ സെക്ഷനിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. അതെ. മെയിൻ കിൻഫയുടെ ഓഫീസിന്റെ ആ ബിൽഡിംഗിൽ തന്നെയാണ്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കിൻഫയുടെ ഓഫീസ് ഉണ്ട്. അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഈ റൂട്ട്സ് ടെക്നോളജീസ് അല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഈ റൂട്ട്സ് ടെക്നോളജീസ്, നമുക്ക് ഇവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അല്ലെ, എന്തൊക്കെയാണ് നമുക്കൊരു ലക്ഷ്യങ്ങൾ, എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു സാധ്യതയാണ് നമുക്ക് ശരിക്കും വരുന്നത് അല്ലെ. ചെറിയ കാലം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കോഴ്സുകളുണ്ട്. നമുക്ക് പിന്നെ പ്ലേസ്മെന്റ് വരെ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലെ. അതെ. പ്ലേസ്മെന്റ് ഇപ്പം നമ്മളുടെ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായ സർവീസ് സെന്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവിധ സംവിധാനങ്ങളും, അവർക്ക് വേണ്ട എക്യുപ്മെന്റ് കാര്യങ്ങൾ അവർക്ക് ആദ്യം എത്തിച്ച് തരാനുള്ള, അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു തൊഴില്, അങ്ങനെ പല മേഖലയും നമുക്ക് ഇതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഇരുന്നിട്ട് ആദ്യം എന്താണ് നമുക്ക് ഈ റൂട്ട്സ് ടെക്നോളജീസ് എന്ന് പരിചയപ്പെടാം. പിന്നെ മൊത്തം കോഴ്സുകൾ, അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് ഇറങ്ങാം. ഈ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും EV തന്നെ ആയിരിക്കും അല്ലെ. ഒരു 2030 കൂടി നമ്മൾ പൂർണ്ണമായിട്ടും EV-യിലോട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് എന്തൊക്കെയാണ് ലീഡെക്സിന്റെ? നമ്മള് ലീഡെക്സ് ഇതിന്റെ ഒരു ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലീഡെക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ റൂട്ട്സ് ടെക്നോളജീസ് ആണ് നമ്മുടെ സ്ഥാപനത്തിന്റെ മദർ കമ്പനിയുടെ പേര് വരുന്നത്. അപ്പം ഈ റൂട്ട്സ് ടെക്നോളജീസ് ആണ് നമ്മുടെ EV ഇലക്ട്രിക് വാഹന മേഖലയിലും, അതേപോലെ തന്നെ പിന്നെ ലിഥിയം ബാറ്ററി. കാരണം ഈ ഇലക്ട്രിക് വാഹനം ആക്ച്വലി 1980-കളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2-വീലറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോപ്പഡ് നമ്മുടെ അടുത്ത് മൈസൂരൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ 44 വർഷം വേണ്ടി വന്നു നമ്മൾ ഇതിനെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ EV ഇത്രയും ഒരു പോപ്പുലർ ആവാൻ നോക്കുന്നു. അപ്പം അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ലിഥിയം ബാറ്ററികൾ.
കാരണം അന്ന് ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബാറ്ററികളായിരുന്നു ആ വാഹനങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം. ലെഡ് ആസിഡ് ബാറ്ററികളാകുമ്പോൾ അതിന്റെ റേറ്റ്, അതിന്റെ വെയിറ്റ്, അതുപോലെ തന്നെ അത് കിട്ടുന്ന റേഞ്ച്, മൈലേജ്, ഇതൊക്കെ വിഷയങ്ങളായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടത് ലിഥിയം ബാറ്ററിയുടെ കടന്നു വരുന്നത്. ലിഥിയം ബാറ്ററി വന്നതിന് ശേഷം ഈ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്കൊന്ന് ഈ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ഇതിനൊരു ഭൂമി, ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരു വലിയൊരു മാറ്റം ഇത് വന്നിട്ടുണ്ട്, പോപ്പുലർ ആയി തുടങ്ങിയത്. പക്ഷെ അതിന് മുന്നേ ഡൽഹി പോലെ മെട്രോ സിറ്റിയിലൊക്കെ ഈ റിക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 3 വർഷം മുന്നേ. പക്ഷെ നമ്മളുടെ ഇവിടെ ഇപ്പൊ പോപ്പുലർ ആയത് ഒരു 4 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിൽ ഇത്രയും ഒരു അതിനൊരു ജനപ്രിയമാവാൻ കാരണം ഇത് തന്നെയാണ്, ലിഥിയം ബാറ്ററികൾ. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും നമ്മളെ ആ ഒരു പഴയ ആ ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ EV നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിഥിയം ബാറ്ററി ടെക്നോളജിയിൽ അതുപോലെ EV-യുമായി ബന്ധപ്പെട്ടുള്ള റിസർച്ചും ഡെവലപ്മെന്റും ഒക്കെ ചെയ്യാൻ ഒരു R&D റൂട്ട്സ് ടെക്നോളജീസ് ഉണ്ട്. അപ്പൊ അതിന്റെ പാർട്ടിൽ നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ, ഇപ്പൊ ലിഥിയം ബാറ്ററി ഇൻവെർട്ടറുകളൊക്കെ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ലിഥിയം ബാറ്ററികൾ ഉപയോഗിച്ചുള്ള ഇൻവെർട്ടറുകൾ നമ്മൾ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാഹനങ്ങളിലെ ടൂവീലറൊക്കെ ബാറ്ററിയുടെ ബാലൻസിങ്, അതിന്റെ റിപ്പയറിങ് കാര്യങ്ങൾ, ഈ ലിഥിയം ബാറ്ററി പാക്ക് അസംബിൾ ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെയുള്ള നിലയിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ R&D വളർന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഈ റൂട്ട്സ് ടെക്നോളജീസിന്റെ അണ്ടറിൽ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മാനുഫാക്ചറിംഗ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ഇതുമായിട്ട് ഈ EV-യുമായി ബന്ധപ്പെട്ട റിപ്പയറിംഗ് കാര്യങ്ങളുണ്ട്. ലിഥിയം ബാറ്ററിയും EV-യും റിപ്പയറിംഗ് ഉണ്ട്, സർവീസ് സെന്ററുകൾക്കുള്ള സപ്പോർട്ട്, ടെക്നീഷ്യന്മാർക്കുള്ള സപ്പോർട്ട്, ഇതൊക്കെ നമ്മൾ ഈ റൂട്ട്സിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മളൊരു ബേസിക് കാര്യങ്ങളില് പഠനമുണ്ട്, റിസർച്ച് ഉണ്ട്, സർവീസും ഉണ്ട്. അപ്പം മെയിൻ ആയിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഈ റൂട്ട്സ് നൽകിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പൊ നമ്മൾ ഇനി പരിചയപ്പെടുന്നത് നമുക്ക് ഇനിയത്തെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും EV തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് പുതിയൊരാളാണ്, വഹാബ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് വഹാബ്? നമുക്ക് ഒരു അടിപൊളി സ്ട്രക്ചറാണ്, സൈക്കിളാണല്ലോ വരുന്നത്. ഇതെന്താണ്, നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കിളിനെ ഒരു ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളടുത്ത് കയ്യിൽ സാധാരണ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നേരെ പിന്നെ ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്ക് അല്ലെ? അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് നമുക്കൊരു ഹാൻഡിൽ വരുന്നുണ്ട് അല്ലെ? പിന്നെ അതിന്റെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഷോ ചെയ്തിട്ടുള്ളത്. ബാക്കി സാധാരണ സൈക്കിളിൽ വരുന്നതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കിറ്റുകളാണ്. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കണക്ഷൻസും അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്താണ് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. ഏതൊരു ഇനിയിപ്പോ പിന്നെ സ്കൂട്ടർ ആയാലും കാർ ആയാലും ഇതാണ് മെയിൻ. അതെ, ഒരു കൺട്രോളർ, അതുപോലെ തന്നെ ഒരു മോട്ടർ, അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഒക്കെ ഓൺ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കീ സെറ്റ്, അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന ഹാൻഡിൽ ബാറിൽ വരുന്ന ആക്സിലേറ്റർ, അതോടൊപ്പം ഒരു ബ്രേക്ക് സെറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് കേബിൾ ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി പർപ്പസ് ആണ്. നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബ്രേക്കും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മോട്ടറിന് ശരിക്കും ഡാമേജ് ആണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ മോട്ടറിന് അങ്ങനെ ഒരു ഡാമേജ് വരാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ആ സംഭവം കട്ടാവാൻ, മോട്ടറിലേക്കുള്ള സപ്ലൈ കട്ടാവാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡെമോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോ പവർ കൊടുക്കുന്ന ഈ ഒരു ബാറ്ററി, അതെ അതെ, ഏകദേശം 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ ഏത് തരത്തിലുള്ള ബാറ്ററി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ പവർ മതി ഇതിന്, ചെറിയ പവർ. ഈ ഒരു ബാറ്ററി ഇപ്പൊ ഏതാണ് നമുക്ക് ഇതിൽ നമ്മൾ UPS-ലൊക്കെ കണ്ടുവരുന്ന 12 വോൾട്ട് 7H-ന്റെ ബാറ്ററിയാണ്. രണ്ടെണ്ണം സീരീസ് ചെയ്തിട്ട് 24 വോൾട്ട് ആക്കിയതാണ്. അപ്പൊ നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഇതുപോലത്തെ ലിഥിയം ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ ബാറ്ററിന്റേതായിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടും. ബാക്കിയൊക്കെ ബാറ്ററിന്റെ സെഷൻ അറിയുന്നതിന്റെ വേറെ തന്നെ വരുന്നത്. അതായത് ഇലക്ട്രിക്കല് നമ്മൾ EV-യില് പിന്നെ EV-ന്റെ ഒരു ടെക്നോളജി പ്ലസ് ബാറ്ററി അതിന്റെ ഒരു പാർട്ട് ഇത് വേറെ തന്നെ നമുക്ക് പഠിക്കാം. അതിന് ഒരു ലാർജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ കൺട്രോളിന്റെ സെഷൻ അതൊരു ലാർജ് ഏരിയ ആണ്. അതുപോലെ തന്നെ മോട്ടോർ അതൊരു ലാർജ് ഏരിയ ആണ്. ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ EV എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെ? അപ്പൊ ഈ ഒരു ബാറ്ററി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാ നമ്മളെ ഇൻവെർട്ടറിലൊക്കെ കാണുന്ന ഒരു ബാറ്ററി. അതെ, UPS ഇൻവെർട്ടറിൽ ചെറിയ UPS കമ്പ്യൂട്ടറിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന UPS ഇൻവെർട്ടർ ഉണ്ടായിരുന്നത്. ഇത് നമുക്ക് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഇത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോഡലാണ്. ലിഥിയം ബാറ്ററി നമുക്ക് നിലവിൽ ഏത് വണ്ടികളിലൊക്കെയാണ് വരുന്നത് ഒരു ഐഡിയ ഉണ്ടോ? ഇത് ഫെറോഫോസ്ഫേറ്റ് അങ്ങനെ കുറച്ചുകൂടി സേഫ്റ്റി മുൻകണ്ടിട്ടുള്ള ബാറ്ററീസ് ആണ്. അപ്പൊ അങ്ങനത്തെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്.
അപ്പോ അധികം ലിഥിയം അയോൺസ് ആണ് വരുന്നത്. കുറച്ചും കൂടി എനർജി ഡെൻസിറ്റി കൂടിയിട്ടുള്ള ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയോൺസ് ആണ്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ലിഥിയം അയോൺസ് ആണ്. നിലവിലെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ അതുപോലെ തന്നെ കാറിലൊക്കെ കൂടുതലായിട്ട് ലിഥിയം അയോൺ വരുന്ന ഈ ഒരു ടെക്നോളജിയാണ്. അതെ, ലിഥിയം അയോൺ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ലിഥിയം ടൈറ്റനേറ്റ് ഓക്സൈഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ടുള്ളതുണ്ട്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്ലയിലും കാര്യങ്ങളിലൊക്കെ അതാണ് ഉപയോഗിച്ച് വരുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ എന്തായിരുന്നു യൂണിറ്റുകളൊക്കെ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേരിയബിൾ പവർ സപ്ലൈ ആണ്. ഇപ്പോൾ പലതരത്തിലുള്ള ബാറ്ററി ഇവിടെ സർവീസിന് അതുപോലെ തന്നെ പഠനത്തിന്റെ ആവശ്യത്തിനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വേരിയബിൾ അത്യാവശ്യം നല്ല പവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ആണ്, DC പവർ സപ്ലൈ. ഇത് ചെറിയൊരു DC പവർ സപ്ലൈ ആണ്. ചെറിയ ഫംഗ്ഷൻ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ DC പവർ സപ്ലൈ. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ലിഥിയം ബാറ്ററി ഇതെല്ലാം നമ്മൾ ഇതിപ്പോ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് സീരീസും പാരലലും ചെയ്യാം. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ചും കൂടി ചെറിയ സെല്ലുകളാണ് വരുന്നതെങ്കിൽ ഈ രൂപത്തിൽ സ്പോട്ട് വെൽഡ് ചെയ്തിട്ടുണ്ടാവുക. സ്പോട്ട് വെൽഡിംഗ് എന്ന് പറയാം. അപ്പൊ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണത്. ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു മെഷീൻ. അതെ അതെ. പിന്നെ ബാക്കി ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സെഷനിലാണ് കൈകാര്യം ചെയ്യുന്നത്. ബോർഡും കാര്യമായിട്ട്. ഇതെന്താണ് നമുക്ക്? ഇത് നമ്മളിപ്പോ കുറച്ചു മുമ്പ് സൈക്കിളിന്റെ ഒരു ഡെമോ ബോർഡ് കണ്ടില്ലേ? അപ്പൊ അതിന്റെ കുറച്ചും കൂടി വെർഷൻ ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ സ്കൂട്ടറിലേക്ക് വരുമ്പോൾ ഒരുപാട് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കൂടി സേഫ്റ്റിന്റെ ഭാഗമായിട്ട് ഒരു MCB കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നിങ്ങൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കൺട്രോളർ ഉണ്ട്, മോട്ടർ നമ്മളിവിടെ ഒരു ഹബ്ബ് രൂപത്തിലാണ് വരുന്നത്. പിന്നീട് കീ സെറ്റ് ഉണ്ട്, അതിന്റെ ഒക്കെ ഡിസൈനും ആംബിയർ ഒക്കെ റേഞ്ച് മാറുമ്പോൾ അതിനനുസരിച്ച് മാറി. ബാക്കിയൊക്കെ സാധാരണ ഒരു വണ്ടിയിൽ കണ്ടുവരുന്ന എല്ലാ സിസ്റ്റങ്ങളൊക്കെ നോർമലായിട്ട് നമുക്ക് ഇതിന്റെ ആക്സിലേറ്റർ വരുന്നുണ്ട്, സ്വിച്ച് ഓൺ ഓഫ്, മറ്റേ ബേസിക് കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 12 വോൾട്ട് DC കൺവേർട്ടർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ ഒരു 12 വോൾട്ടിന്റെ ബാറ്ററിക്ക് പകരം ഇവിടെ ഒരു കൺവേർട്ടർ ആണ് വെച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഓൾറെഡി നല്ലൊരു ഹെവി പാക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ DC കൺവേർട്ട് ചെയ്തിട്ട് ലൈറ്റിനും ഇൻഡിക്കേറ്ററിനൊക്കെ ആവശ്യമായിട്ടുള്ള മറ്റേ നേരിട്ട് പവർ വന്നതൊക്കെ ചിലപ്പോൾ ഇടലേക്ക് അടിച്ചു പോകും. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ചെറിയ പവർ വേണ്ടതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ യൂണിറ്റ്. ഇത് നമുക്ക് വണ്ടിയുടെ മൊത്തം പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ. ആൻഡ് 2 കൺട്രോളറാണ് നമ്മൾ സ്കൂട്ടേഴ്സിലൊക്കെ വരുന്നത്. ഇത് പിന്നെ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ബാറ്ററി ഇവിടേക്കാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യാം. ഇവിടെ ടെയിൽ ലാമ്പ് അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോ ഇതുപോലെ ഒരു ചേസിംഗ് ആണ്. ഇതിലേക്കാണ് നമ്മൾ ഇതുപോലത്തെ വയറിംഗ് സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കും. ആദ്യം സൈക്കിൾ കണ്ടു, പിന്നെ ബൈക്ക് കണ്ടു, പിന്നെ ഇങ്ങനെ 2 വീലർ കഴിഞ്ഞ് 3 വീലർ എത്തിയിട്ട് അതിനുശേഷം 4 വീലറിലേക്ക് ഇങ്ങനെ കടക്കുക ചെയ്യാം. അപ്പോളെ കൂടുതലായിട്ട് സേഫ്റ്റി അതുപോലെ തന്നെ ഹൈ ആംബിയർ ഹൈ വോൾട്ടേജ് ഒക്കെ അപ്പോഴാണ് വരിക. അപ്പൊ അതിനനുസരിച്ച് ഒരുപാട് കോമ്പണൻസ് കൂടുതലായിട്ട് വരും. അപ്പൊ നമുക്ക് ബേസിക് മനസ്സിലാക്കാന്നുള്ളത്. അപ്പൊ നമ്മളെ സ്റ്റാഫൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ക്യാബിൻ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതാണ് നമ്മളുടെ കൂടുതലായിട്ട് പ്രധാനമായിട്ടും കണ്ടുവരുന്ന തരത്തിലുള്ള BLDC മോട്ടോഴ്സ്, വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന BLDC മോട്ടോർ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഒരു സിസ്റ്റം കാണാം. നമ്മളുടെ ഇൻഡക്ഷൻ മോട്ടോർ വെച്ചിട്ട് ഒരു EV വെഹിക്കിൾ റൺ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ യൂണിറ്റ്. സാധാരണ BLDCയിലാണ് ഒരു ഇലക്ട്രിക് വണ്ടിയൊക്കെ വരാറുള്ളത്. ഇപ്പൊ ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ വരികയാണ്. ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നല്ലേ? അതങ്ങനെയാണ് നമുക്കൊക്കെ പരിചയമുള്ളത്. അപ്പൊ പല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇൻഡക്ഷൻ മോട്ടറാണ്. ഈ മോട്ടറാണ്. അപ്പൊ നമ്മളൊരു വാഹനത്തിന്റെ ലെവലിലേക്ക് ഉപയോഗിക്കുമ്പോൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ വെച്ചിട്ട് അതന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു വാഹനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ക്ലാസ് റൂം കാണാം. ഇതൊരു 3 ഫേസ് സിസ്റ്റം നമുക്ക് ആദ്യം പഠിച്ചെടുക്കാന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ നേരെ ഇലക്ട്രിക് വെഹിക്കിൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇലക്ട്രോണിക്സിനെ കുറിച്ച് ആദ്യം പഠിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു 3 ഫേസ് സിസ്റ്റത്തിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നതോടുകൂടി വീട്ടിലെ കറണ്ട് അത്യാവശ്യം ഇലക്ട്രിസിറ്റി വർക്ക് നമുക്ക് ബേസ് ചെയ്യാനുള്ള ഒരു മേഖലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് തിരിയാൻ പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതും അതിന്റെ ഒരു ബേസിക് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതിന്നൊക്കെ പഠിച്ചിട്ട് അല്ലാതെ നമുക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. മറ്റൊരു പ്രാക്ടിക്കൽ സെഷൻ ആണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത്. ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ബാറ്ററീസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താനും മറ്റൊക്കെ ഈ ക്ലാസ് റൂമിൽ നിന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓരോ മോഡൽ ബാറ്ററികളിൽ അല്ലെ? ഇപ്പൊ നിലവിൽ ഇപ്പൊ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു ബാറ്ററിയിലാണ് എത്തി നിൽക്കുന്നത് അല്ലെ? ഇതാണ് നമ്മുടെ ടെസ്ലയിലൊക്കെ വരുന്നത് സിസ്റ്റം. ഇതിനാണ് ഇപ്പൊ ഏകദേശം 30 വർഷമൊക്കെ വാറണ്ടി എന്ന് പറയുന്ന ഒരു ഐറ്റം വരുന്നത്. നമ്മൾ തുടങ്ങിയൊരു ഇതിപ്പോ എന്താ മൊബൈലിലൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. അത് കുറച്ച് മുമ്പ് ലിഥിയം പോളിമർ എന്ന് പറയും. അതിനുശേഷം നമ്മൾ പൗച്ച് സെല്ല് ലിഥിയം അയോൺ ആണ്. പിന്നെ കുറച്ചുകൂടി പഴയ മോഡൽ നിക്കൽ കാഡ്മിയം എന്ന് പറയും.
പിന്നീടാണ് നമ്മൾ ലിഥിയം അയോൺ, ഫെറോ ഫോസ്ഫേറ്റ്, അതിന്റെ തന്നെ പ്രിസ്മാറ്റിക് മോഡൽ, അങ്ങനെ ഒരുപാട് വേർഷൻസ്. തിയറി എന്നതിലുപരി നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് കൂടുതലും ഇവിടെ നമുക്ക്. തിയറി എന്നുള്ളത് ബേസിക് ആയിട്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ നമ്മൾ പ്രാക്ടിക്കലാണ് കൂടുതൽ നമുക്ക് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഓരോ സ്റ്റുഡൻസിന് ഓരോ മൊഡ്യൂൾ അല്ല ഓരോ ബോക്സിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോമ്പോണൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ട് പഠിക്കുക. ഇതിപ്പോ നമ്മളുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്, കുറെ മുമ്പ് വന്നിട്ടുള്ള മോഡലാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഈ ഒരു ഏരിയയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഒരുപാട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററി ലെഡ് ആസിഡിൽ വന്നിട്ടുള്ളൊരു സ്കൂട്ടറാണ്. ആദ്യ മോഡലുകളിൽ ഇലക്ട്രിക് നമുക്ക് ശരിക്കും വരുന്നത് ആ ഒരു മോഡലിലായിരുന്നു, ലെഡ് ആസിഡ് ബാറ്ററിയിൽ വരുന്ന മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ബാറ്ററിക്ക് തന്നെ വേണം. അതുകൊണ്ടായിരുന്നു പണ്ട് നമുക്ക് പല വാഹനങ്ങൾ ഒരു ഹെൽമെറ്റ് സ്റ്റോറേജ് ഇല്ല എന്നുള്ളതൊക്കെ. എന്താ വെച്ചാൽ ശരിക്കും നമ്മള് പെട്രോളിന്റെ ഫ്യൂൽ ടാങ്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ സ്ഥല സൗകര്യം കിട്ടുമെന്ന് കരുതിയിരുന്നതിന് പകരം നമുക്ക് ഈ ബാറ്ററി പാക്ക് ആയിരുന്നു കൂടുതൽ നമുക്ക് നമ്മളെ സ്ഥലം അപഹരിച്ചുകൊണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞല്ലോ കാര്യങ്ങൾ. ഇപ്പൊ എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരെ ട്രങ്കാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് വന്നത് ഒന്നാമത്തത് ബാറ്ററിയുടെ സ്പേസ് കുറഞ്ഞു എന്നുള്ള. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇത് അതേ വണ്ടിയുടെ തന്നെ ഒരു പുതിയ മോഡൽ വേർഷൻ അവർ ഇറക്കിയാണ്. അപ്പൊ അതിൽ അവര് ലിഥിയം അയോൺ ആക്കിയപ്പോ സ്പേസ് ഇതാകെ ഇത്ര നാലിലൊന്ന് ഭാഗത്തേക്ക് ചുരുങ്ങി നിൽക്കുക. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ലിഥിയം ഫെറോഫോസ്ഫേറ്റിൽ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻവേർട്ടറിന് പാകത്തിന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററി പാക്ക്. ശരിക്കും ഷെല്ലുകൾ ആണ്, നമുക്ക് ഇത് കവേർഡും ചെയ്യാതെ ചെയ്തിട്ടുള്ള ഒരു. ഇതിപ്പോ നമ്മൾ ഇവിടേക്ക് മാത്രം ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ചെയ്തേ ഉള്ളൂ. ഇത് ശരിക്കും ഈ രൂപത്തിൽ നല്ല വെൽ പാക്കഡ് ആയിട്ട് സേഫ്റ്റി ആയിട്ടുള്ളതാണ് ചെയ്യുക. ഇത് അതിനോടൊപ്പം കിട്ടുന്ന ഒരു ഇൻവെർട്ടർ മൊഡ്യൂളും കൂടിയാണ്. ഇത് സർവീസിനായിട്ട് വന്നിട്ടുള്ള പലതരം വാഹനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിഥിയം പാക്കുകളാണ്. പലതും അൺബാലൻസ് ആയിട്ട് വന്നതും ഒക്കെയാണ്. ഇത് പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ലെഡ് ആസിഡ്, നമ്മൾ ആദ്യം കണ്ട ഒരു കൂടുതൽ സ്ഥലം നമുക്ക് ആവശ്യം വന്നിരുന്ന ബാറ്ററി. അത് ഏകദേശം ഇങ്ങനത്തെ 5 സെല്ല് വെച്ചിട്ടാണ് ഒരു സ്കൂട്ടർ ഓടിച്ചത്. എന്നാലോ ഇപ്പൊ സാധാരണ ഒരു വണ്ടിയിൽ ഓടിക്കുന്ന വണ്ടിയുടെ പകുതി റേഞ്ച് ഒക്കെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് സമയം ചാർജിങ്ങിന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ലിഥിയത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ മാറി. ഇപ്പൊ ഒരുപാട് ബാറ്ററീസ് സർവീസിന് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മൊഡ്യൂളും കൂടി ഉണ്ട്. ഇതാണ് നമ്മളുടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബാലൻസിങ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ബാറ്ററി അൺബാലൻസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ വരാറുണ്ട് പൊതുവെ. ലിഥിയം ബാറ്ററിക്ക് വരുന്ന പ്രശ്നമാണ് അത്. സെല്ലുകൾ മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു മൊഡ്യൂൾ വെച്ചിട്ട് നമ്മളത് ബാലൻസ് ചെയ്തിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കൺട്രോൾ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ആയി ഫോണിലൂടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഇത് നമ്മുടെ വാഹനത്തിന്റെ ഒരു എഞ്ചിനാണ് വരുന്നത് അല്ലെ. EV-ലേക്ക് കടക്കുന്നതിന് മുമ്പ് നിലവിലുള്ള നമ്മളെ സിസ്റ്റം ഒന്ന് പരിചയപ്പെടുക, അതിന്റെ ഒരു കമ്പാരിസൺ ആണ് ശരിക്കും വരുന്നത് അല്ലെ. ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇടയ്ക്ക് കുറച്ച് ഓട്ടോമൊബൈൽ ഒരു കുറച്ച് ഇടയിൽ കോഴ്സിന്റെ ഇടയിൽ ഓട്ടോമൊബൈലിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ എന്തായാലും വാഹനത്തിലേക്ക് കടക്കുക. അപ്പൊ അതിലൊക്കെ മെൻഷൻ ചെയ്യും നമ്മുടെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള IC എഞ്ചിനൊക്കെ കുറിച്ചിട്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് തന്നെ എങ്ങനെയാണ് വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ EV-ലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിൻ സെറ്റപ്പ്. പൾസറിന്റെ ഒരു ചേസും കാര്യങ്ങളും എഞ്ചിനൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇതിപ്പോ നമ്മൾ ആദ്യം ഇതൊന്ന് കൺവേർട്ട് ചെയ്യാനുള്ളത് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇതിപ്പോ ഏകദേശം പകുതി കൺവേർഷനിൽ എത്തിയിട്ടുള്ള ഒരു റിക്ഷന്റെ ഒരു ചേസും കാര്യങ്ങളാണ്. പിന്നീട് നമുക്കൊരു ഓട്ടോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നമ്മളുടെ മഹീന്ദ്രയുടെ ഒരു ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. പിന്നീട് നമ്മൾ അവസാനമായിട്ട് കാറിലേക്ക് എത്തും, 4 വീലറിലേക്ക് എത്തും. അപ്പൊ എല്ലാം നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലൊക്കെ നമുക്ക് ഏത് 2 വീലർ അതേപോലെ തന്നെ 3 വീലർ 4 വീലർ എല്ലാം നമുക്ക് കണ്ടുപഠിക്കാനും ഡയറക്റ്റ് ഒക്കെ പ്രാക്ടീസ് സെക്ഷനിൽ നമുക്ക് വണ്ടികളടക്കം നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഒരു സാധാരണ വണ്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സിസ്റ്റം എല്ലാം നമുക്ക് ഇവിടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 48 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കിളാണ്, ഇലക്ട്രിക് സൈക്കിളാണ്. അപ്പോൾ ഇതാണ് അതിന്റെ കൺട്രോൾ സെഷൻ മൊഡ്യൂൾ. ഇതിപ്പോൾ നമ്മളൊന്ന് അയച്ചു നോക്കിയതാണ് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. ഈ കൺട്രോൾ മൊഡ്യൂൾ യഥാർത്ഥത്തിൽ ഇവിടേക്ക് കണക്ട് ചെയ്ത രൂപത്തിലാണ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നീട് ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വേറെ മോട്ടറോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിലാണ് മോട്ടർ വരുന്നത്. ഇതൊരു ഹബ്ബ് മോട്ടറാണ്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ അങ്ങനെ ഹബ്ബ് മോട്ടർ ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസിൽ നമ്മൾ സ്കൂട്ടറിലായും കൂടുതലായിട്ട് ഹബ്ബ് മോട്ടോഴ്സ് കണ്ടിട്ടുണ്ടാവുക. ഏകദേശം ഇതിന്റെ ഉള്ളിൽ തന്നെ ഗിയർ സെക്ഷനും, അതായത് മോട്ടറിന്റെ റൊട്ടേഷനെ കുറച്ചുകൂടി ടോർക്ക് ഡെവലപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഗിയർ സെക്ഷനും മൊഡ്യൂളും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹബ്ബ് മോട്ടറാണ് വരുന്നത്. ഒരു റിക്ഷയുടെ എഞ്ചിൻ ഭാഗം എന്ന് പറയാം, ഇത്രേ വരുന്നുള്ളൂ ഒരു റിക്ഷയുടെ എഞ്ചിൻ. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടേക്ക് ഒരു വീലും ഇപ്പുറത്തൊരു വീലിനും ഉള്ള ഒരു റോഡ് പോണ ഭാഗമാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഡിഫറൻഷ്യൽ ആണ്.
ഓക്കെ, ഇതാണ് ഈ ഡിഫറൻഷ്യലിന് ഡ്രൈവ് ചെയ്യുന്ന മോട്ടർ. ഈ ഒരു സൈസേ വരുന്നുള്ളൂ. ഏകദേശം ചെറിയൊരു മോട്ടറിലാണ് നമ്മൾ ഈ ഒരു ഓട്ടോറിക്ഷ ശരിക്കും വർക്ക് ചെയ്യുന്നത്. എല്ലാ ഓട്ടോറിക്ഷ അല്ല, നമുക്കൊരു കൺവേർഷൻ രൂപത്തിൽ നമുക്കൊരു ഒരു 3 വീലർ ബേസിക് ആയിട്ട് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ ഒരു 48 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ്. അതിനുള്ള ഒരു സെറ്റപ്പും കാര്യം. ഏകദേശം 1 കിലോവാട്ടേ ഈ ഒരു മോട്ടർ വരുന്നുള്ളൂ. പിന്നെ ഇത് വരുന്നത്, ഇതിപ്പോ നമ്മളൊരു ബാറ്ററിക്ക് പകരം 48 വോൾട്ട് കൊടുക്കാൻ ഒരു DC പവർ സോഴ്സ് കൊടുക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ കൺട്രോൾ സെക്ഷൻ. ഇത് പിന്നെ അതിന്റെ കണക്ഷനും കാര്യങ്ങളും നമ്മുടെ ആക്സിലറേറ്റർ ഇവിടെ വരുന്നത്. ഒന്ന് കൊടുത്തോളാം. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉള്ളിൽ കുറച്ച് കണക്ഷൻസും കാര്യങ്ങളും ചെയ്യാണ്ട് നമ്മളതൊന്ന് ഇവിടെ സ്വിച്ചിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ഓപ്പോസിറ്റ് ആക്കുമ്പോൾ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ലാബുകൾ കണ്ടു കഴിഞ്ഞു, സൗകര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനുകൾക്കുള്ള നല്ല സൗകര്യങ്ങളാണ് നമുക്ക് ഈ റൂട്ട്സിൽ നമുക്ക് സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നമുക്ക് പ്രവീൺ സാറോട് തന്നെ ചോദിക്കാം. പ്രവീൺ സാറ്, നമുക്ക് സൗകര്യങ്ങൾ കണ്ടു, ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കൂടുതൽ നമുക്ക് തിയറിയേക്കാൾ കൂടുതലും പ്രാക്ടിക്കൽ സെഷൻസിന് നല്ല അടിപൊളി ലാബ് സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ടൊരു പഠനാനുഭവം തന്നെ കുട്ടികൾക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് EV വെഹിക്കിൾസുകൾ തന്നെ നമുക്ക് പൊളിച്ച് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്? ട്രെയിനിങ് പ്രോഗ്രാം സത്യത്തില് ഈ റൂട്ട്സിന്റെ അണ്ടറിലെ ട്രെയിനിങ് പ്രോഗ്രാം പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം മുതൽ 6 മാസം വരെയുള്ള ഡിപ്ലോമ കോഴ്സ് വരെ നമ്മൾ ഇപ്പം നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു മേഖലയിലുള്ള ഒരാളെ സംബന്ധിച്ചും ഇതിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം തിരി ചെലവാക്കണം, അതിന് പറ്റിയൊരു കോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് സമയമില്ല പഠിക്കാൻ ഒരിക്കലും ഒരാൾക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, ഇതിപ്പം ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് റെഗുലർ കോഴ്സ് ആയിട്ട് ചെയ്യണം. അതൊരു ഈ പറഞ്ഞ നമുക്കൊരു 6 മന്ത് ഡിപ്ലോമ കോഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ നിലവില് നമ്മള് CTDs പോലുള്ള അവരുടെ നമുക്ക് ഓതറൈസ്ഡ് ട്രെയിനിങ് പാർട്ണറോ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ അവർക്ക് പറ്റും. ഈ +2 കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്ലോമ IT ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു മേഖലയിലേക്ക് തിരിയണം എന്നുള്ള ആൾക്കാർക്ക് പറ്റുന്നൊരു കോഴ്സ്. ഇനി മറ്റൊന്ന് എന്ന് പറഞ്ഞ പോലെ ഞാൻ ബിസിനസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഓട്ടോമൊബൈൽ ടെക്നീഷ്യനാണ്, അല്ലെ ഈ മേഖലയിൽ ബിസിനസ് അല്ലെ പുതിയൊരു മേഖല ബിസിനസിന് വേണ്ടി അന്വേഷിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ പുതിയ മേഖല കണ്ടെത്താൻ പറ്റും. അതല്ല ഞാനിപ്പോ നിലവിൽ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ, എനിക്ക് പുതിയ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ട് നമ്മൾ ഇതിന് ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ബിസിനസ് മേഖലയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയുള്ള കോഴ്സ്. അത് നമുക്ക് 1 ഡേ പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ വർക്ക്ഷോപ്പിലാണ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്, അല്ലാതെ തിയറി ക്ലാസ്സുകളില്ല. തിയറി ക്ലാസ് നമ്മൾ ആകെ ചെയ്യുന്നത് ഈ പിന്നെ അവയർനെസ് ആണ്, ഈ സെമിനാറുകൾ, പബ്ലിക് അവയർനെസിന് വേണ്ടി. കാരണം ഇപ്പോഴും നമ്മളെ ഏറ്റവും വലിയൊരു പ്രശ്നം EVകൾ ഉപയോഗിക്കുന്നതിൽ ഉള്ള അറിവില്ലായ്മ. അത് വലിയൊരു വിഷയമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമുകളും ഒക്കെ നമ്മൾ ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഒക്കെ ഒരു വർക്ക്ഷോപ്പ്, അതായത് നമ്മളൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സുകളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇവർക്ക്. കാരണം ഇതൊരു നാളെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരാൾക്കൊരു ജീവിതമാർഗം എന്നുള്ളതാണല്ലോ. നിലവിലുള്ള ബിസിനസ് ഒന്നെങ്കിൽ ഒന്നുകൂടെ ഓൺലൈനിൽ കൂട്ടുക, അതല്ലെങ്കിൽ പുതിയൊരാൾക്ക് പുതിയൊരു മേഖല ഓപ്പൺ ആക്കി കിട്ടുക, ഇതാണല്ലോ. അപ്പൊ ആ വരുമാനം കൂട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ ഒരു അറിവ് ആവശ്യമില്ല, അതായത് പ്രായോഗിക. അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ ഈ മേഖലയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാല് ആളുകൾ ഇതിനെ വല്ല ഭയത്തോടു കൂടിയാണ് കാണുന്നത്. EV പൊട്ടിത്തെറിക്കോ അങ്ങനെ കുറെ സംശയങ്ങളാണ് ആളുകളെ സംബന്ധിച്ച്. അറിവില്ലായ്മയുള്ള റൂമേഴ്സ് ആണ് കൂടുതൽ ഈ ഒരു മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇത് ഉപയോഗിക്കാനുള്ള ഒരു അറിവിന്റെ കുറവ് ഞാൻ പറഞ്ഞല്ലോ. അതിന് എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്ന പലയിടത്തും ഒരു വാഹനം എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇത് ഉപയോഗിക്കേണ്ട രീതികളെ പറ്റിയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്, എന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇന്ന് സത്യത്തിൽ EVയിൽ എല്ലാവിധ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ എന്താ വെച്ചാല് ഒക്കെ ഒരു നെഗറ്റീവ് ചില സൈഡിൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ പബ്ലിക്കിൽ, കാരണം ആക്ച്വലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഡീസൽ വാഹനം കത്തുന്നില്ലേ, പെട്രോൾ വാഹനം കത്തുന്നത്, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത് EV വരുമ്പം EV മാത്രം EVക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം നോക്കുകയാണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി EVക്ക് എല്ലാവിധ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളും ഇന്നുണ്ട് അവൈലബിൾ. അതുകൊണ്ട് ആ രീതിയിലൊരു പൊട്ടിത്തെറിയോ അല്ല ഇഷ്യൂസും ഒന്നും നോർമൽ ഏതൊരു സാധാരണ വാഹനത്തിനും ഉള്ളതുപോലെ അതുമായിട്ട് കമ്പനി എനിക്ക് ഒരു പടി കൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലാണ് EVക്ക് നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമുക്ക് മഹീന്ദ്രയുടെ താറ് വരെ കത്തി ഒരു പാർട്ടില് നമുക്ക് ഉണ്ടായി. അത്രയും വലിയ വാഹനമാണ്.
പിന്നെ ഈ പറയുന്ന ആളുകളെ വീട്ടിലേക്ക് ഇൻവെർട്ടർ എന്തായാലും ഉണ്ടാവും അല്ലെ? ഇതേ സിസ്റ്റം തന്നെയല്ലേ വരുന്നത്? ഇതൊക്കെ എന്താ വെച്ചാല് നമ്മളൊരു എന്തിനേലും കാണുമ്പോ അതൊരു നെഗറ്റീവ്. പിന്നെ ഇതിലെന്താ വെച്ചാല് EVക്ക് ഒരു 10 വർഷം മുന്നേക്ക് എന്ന് പറഞ്ഞാല് EV നമ്മള് മറ്റു വാഹനങ്ങളെ പെട്രോൾ ആഗോള പെട്രോൾ വില കണക്കാക്കിയിട്ടാണ് നമ്മൾ വണ്ടിയെ വിലയിരുത്തുക. അതായത് ഇപ്പം പെട്രോൾ വില ബാരലിന് ഇത്ര $, എന്നുള്ള കണക്ക്. പക്ഷെ ഇവിടെ നമ്മള് പെട്രോൾ അല്ല, പകരം ബാറ്ററിയുടെ ഒരു റേഞ്ച് ഉണ്ട്. അതായത് കിലോവാട്ട് അവർ എന്ന് പറയും. അപ്പൊ ഈ കിലോവാട്ട് അവറിനാണ് നമുക്ക് ബാറ്ററിക്ക് എന്താ പറയാ റേഞ്ച്. അപ്പൊ ഇത്ര ഒരു കിലോവാട്ട് അവർ ഇത്ര റേഞ്ച്. ഏകദേശം ഒരു 10 വർഷം മുന്നേ എനിക്ക് ഒരു 70,000 മുകളിൽ അല്ലെ 80,000 ആ റേഞ്ചിലൊക്കെ ആഗോള വിലയുണ്ടായിരുന്നു ഒരു കിലോവാട്ട്. അപ്പോ ഒരു 40-50 കിലോവാട്ട് അവറുള്ള ഒരു ബാറ്ററിയുടെ അവസ്ഥ ആലോചിക്കുക, എത്ര എക്സ്പെൻസ് ആവുന്നു. അപ്പൊ ഇന്ന് പക്ഷെ ഒരു 10 വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോ 10-12 വർഷം കൊണ്ട് എനിക്ക് വന്നത് അതൊരു 15,000-നുള്ളിലേക്ക് വന്നു, 15,000-നുള്ളിലേക്ക് വന്നത്. അപ്പൊ അത്രയും വില കുറഞ്ഞതുകൊണ്ടാണ് EVക്ക് വില കുറയാൻ കാരണം. ഇപ്പൊ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ ലിഥിയം ബാറ്ററി ആണ് അതിന്റെ സോഴ്സും കാര്യങ്ങളല്ല, ലിഥിയത്തിന്റെ സോഴ്സും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണ്. ഇതിന്റെ വില ഒറ്റയടിക്ക് കുറയാറ്. പക്ഷെ ഇതും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു 10 താഴ്ന്ന ഒരു ഘട്ടമെത്തുമ്പോൾ നിലവിലുള്ള ഈ ഫോസിൽ ഫ്യൂൽ വാഹനത്തിന്റെ വിലയെക്കാളും താഴ്ന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആളുകൾ EVയിലേക്ക് വരും. അപ്പൊ നമ്മളൊരു നമ്മൾ ഫ്യൂച്ചർ കാണുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് ശരിക്കും ഈ ഒരു വരുന്നത്. തീർച്ചയായും. കാരണം ഇനി വാഹനങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞാൽ ഏകദേശം ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്താൽ 10% സ്കൂട്ടറുകളെ ഇപ്പോഴും EVയിലേക്ക് മാറിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും സ്കൂട്ടറുകളായില്ലേ. അപ്പൊ ഈ 10% സ്കൂട്ടർ ഇത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ എണ്ണം എത്ര ഇനി നമുക്ക് മുന്നോട്ട് ഈ മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ കിടക്കുന്നു ചിന്തിച്ചാൽ മതി. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സേവനങ്ങൾ ഇനിയിപ്പോ നമുക്ക് കൂടുതൽ വാഹനങ്ങളാകുമ്പോൾ കമ്പനികൾക്ക് കൊടുക്കുന്നതിന്റെ പരിധി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമുക്ക് സാധ്യതകൾ കൂടി വരികയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് 1 ഡേ കോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത്? ഒരു 1 ഡേ കോഴ്സ് നമുക്ക് 1 ഡേ വർക്ക്ഷോപ്പുകൾ. അപ്പൊ അതിൽ നമുക്ക് EVയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, ലിഥിയം ബാറ്ററിയുടെ വർക്ക്ഷോപ്പ് ഉണ്ട്. ലിഥിയം ബാറ്ററിയുടെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക്ഷോപ്പിൽ ഒരു ലിഥിയം ബാറ്ററി ടെക്നോളജി നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവർക്ക് ലാസ്റ്റ് ഒരു 2-3 സെല്ലുകൾ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ പാക്ക് അവർ തന്നെ അസംബിൾ ചെയ്ത് അവർക്ക് തന്നെ കൊണ്ടുപോകാം. ആ രീതിയിലേക്കുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഈ ലിഥിയം ബാറ്ററി വരുന്നത്. പക്ഷെ EVയിലേക്ക് വരുന്നത് വെച്ചാൽ EVയുടെ ഒരു അനാട്ടമി കാര്യങ്ങൾ അവർക്ക് ലൈവായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. ഇതാണ് ഈ 1 ഡേ പ്രോഗ്രാം ഉള്ളത്. പിന്നെ ഇതേപോലെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കുറെ എൻക്വയറി നമുക്ക് അങ്ങനെ വരുന്നത്. അവർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അതിന് ചിലവഴിക്കാനുള്ള. അപ്പൊ നമ്മള് അതിനു വേണ്ടി നമുക്ക് ഓൺലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 1 മന്ത് ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഓൺലൈൻ കോഴ്സ്. അപ്പൊ അത് അവർക്ക് വേണ്ട ഒരു ഇലക്ട്രിക്കൽ നോളജ് ഒന്നും ഇല്ലെങ്കിലും അതും കൂടെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുത്തുണ്ട്. പക്ഷെ ഒക്കെ ഒരു ലൈവ് അല്ല, നമ്മൾ റെക്കോർഡഡ് വീഡിയോസ് നമ്മളുടെ പ്രാക്ടിക്കൽ ലാബിൽ നമ്മൾ ചെയ്ത് പരിചയിച്ച കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊരു പ്രൈവറ്റ് ചാനൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും, കാര്യങ്ങൾ ഡിസ്കഷൻ ഒക്കെ നടക്കും. അപ്പൊ ആ രീതിയിൽ പഠിക്കാനുള്ള ഒരു സംവിധാനം. ഈ ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് അവരുടെ പഠനം കഴിഞ്ഞിട്ട് 1, 2, 3 ദിവസം ആ പഠിച്ച കാര്യങ്ങൾ ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഓഫ്ലൈൻ എന്ന് പറയുന്ന ഇതിനെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംവിധാനം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഗുലർ കോഴ്സില ഒരു 6 മാസം റെഗുലർ കോഴ്സ് എന്നൊക്കെ പറയുന്നത് ഇലക്ട്രിക്കൽ പഠിക്കും, ബേസിക് ഇലക്ട്രോണിക്സ്, അതുപോലെ ഓട്ടോമൊബൈൽ. കാരണം ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ വയറിംഗ് അടക്കം ഒരു ഹോം വയറിംഗിന്റെ കൺസെപ്റ്റ് പോലും ക്ലിയർ ആകുന്നത്. കാരണം ഒരു വലിയ ഇലക്ട്രിക് സർക്യൂട്ടാണ് അവർ റിപ്പയർ ചെയ്യാൻ പോകുന്നത് വാഹനം എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുന്നേ നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എന്താണെന്നുള്ള ധാരണയൊക്കെ അവർക്ക് കിട്ടണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാഹനത്തിലേക്ക് കിടക്കുക. വാഹനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വാഹനത്തിന്റെ എല്ലാവിധ സ്പെയർ പാർട്സും നമ്മള് EVയുടെ പഠിക്കുന്ന ഓട്ടോമൊബൈലിന്റെ ഒരു ആർക്കിടെക്ചർ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമാണ് EVയിലേക്ക് വരിക. EVയുടെ സ്പെയർ പാർട്സും കാര്യങ്ങളും വർക്കിംഗ് ഒക്കെ പഠിക്കും. ശേഷം ഇതിന്റെ വയറിംഗ് കിറ്റുകളുണ്ട്. ആ വയറിംഗ് കിറ്റുകൾ അവർ കണക്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് അവർ തന്നെ പ്രാക്ടീസ് ചെയ്യും. ശേഷമാണ് നമ്മൾ വാഹനത്തിലേക്ക് കിടക്കുക. ആ വാഹനത്തിൽ ഈ പറയുന്ന പോലെ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അവർ സ്വന്തമായിട്ട് ആ വാഹനത്തിൽ വയറിംഗ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ്, പല ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നിലവിൽ റെഗുലർ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു 6 മാസം സമയമെടുക്കും. ഈ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓൺ ജോബ് ട്രെയിനിങ് താല്പര്യമുണ്ട്, ആവശ്യമുണ്ട്. കാരണം സ്വന്തമായിട്ട് ചിലർക്ക് അതിനുള്ള ഒരു സൗകര്യം പരിചയമുള്ള വർക്ക്ഷോപ്പോ അല്ല അങ്ങനെയൊക്കെ ആയിട്ട്
നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിനെ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പൊ ആ രീതിയിലൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓൺ ജോബ് ട്രെയിനിങ് ഉള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. എല്ലാം നമ്മൾ ചെയ്യും. ഈ ഒരു 1 ഇയർ ഈ പറഞ്ഞ പോലെ ഒരു 6 മാസം ഉള്ള ഒരു കോഴ്സും ഒരു 6 മാസം നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും അവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, നമുക്ക് പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, അത് ചെയ്തു കൊടുക്കണം. ഓക്കെ. പക്ഷെ അത് ഓൺലൈൻ കോഴ്സും അല്ലെ, ഇങ്ങനെയുള്ള കോഴ്സുകളല്ല. ഷോർട്ട് ടൈം കോഴ്സുകളൊക്കെ എന്ന് പറയുന്നത് അപ്ഗ്രേഡേഷൻ, നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് എന്ത് ചെയ്യാം, ഓരോ ടെക്നോളജി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തെടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സുകളാണ് മറ്റത്. അപ്പൊ ഈ ഇപ്പം നിലവിൽ വളരെയധികം എൻക്വയറി അതിന് നമുക്ക് വരുന്നുണ്ട്, ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് മെയിൻലി നമുക്കൊരു പ്ലസ് ടു കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഒരു EV ടെക്നോളജി പഠിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് 6 മാസത്തെ ഒരു ഡിപ്ലോമ കോഴ്സും പ്ലസ് ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഒരു ഓൺ ജോബ് ട്രെയിനിങ്, 1 ഇയർ നമ്മൾ അതിന് മാറ്റി വെക്കണം. ആ രീതിയിൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് എന്തായാലും ജോലി നമുക്ക് എന്തായാലും തീർച്ചയായും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഇതിന് 2 ജോലി സാധ്യതയാണ്. ഒന്ന്, എനിക്കൊരു ജോബ്. രണ്ടാമത് അതിൽ കൂടുതൽ സാധ്യത ബിസിനസ്സിനുണ്ട്. കാരണം EVയുടെ ഒരു സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പം മാർക്കറ്റ്, അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി. കാരണം അത്രയധികം വണ്ടികൾ ഇപ്പം ഔട്ട് ഓഫ് ആരെങ്കിലും വന്നിരിക്കും. പക്ഷെ ഇതൊന്നും ചെയ്യാനുള്ള സർവീസ് സെന്റർ എണ്ണം വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു മാർക്കറ്റ് നമ്മുടെ മുന്നിൽ ഓപ്പൺ ആയി കിടക്കുന്നത്. ഇപ്പൊ പലപ്പോഴും അതിന്റെ ഒരു ടയർ ചേഞ്ചിങ്ങിന് വരെ പെട്ടെന്ന് സംഭവിച്ചാല് എല്ലാവരും ഒരു ഇലക്ട്രീഷ്യനെ തപ്പുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതുവരെ എടുക്കുന്ന ഒരു സർവീസ് സെന്റർ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും, ഒരു കോഴ്സ് എന്നുള്ളതിൽ ഉപരി. പിന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടൊപ്പം നമുക്ക് വീട്ടിലെ വയറിംഗ് പഠിക്കാം, അത് വണ്ടിയെ കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ്, പ്ലസ് നമുക്കൊരു EV സർവീസ് സെന്റർ ഇത് കോഴ്സ് പഠിക്കുന്ന ഒരാൾക്ക് സാധാരണ ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പൊ ഇലക്ട്രിക്കൽ വർക്കും അങ്ങനെ പ്ലസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് പല സാധ്യതകളാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഏകദേശം നമുക്ക് എത്രയാണ് ഇതിനൊരു പിന്നെ ഒരു 6 മന്ത് കോഴ്സിന് എത്രയാണ് നമുക്ക്? ഇപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു 6 മാസത്തെ ഇപ്പൊ ഉള്ള കോഴ്സ് എന്ന് പറയുമ്പോൾ 60,000 രൂപ ഫീസ് വരുന്ന ഒരു പാക്കേജ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. നമ്മൾ ജൂൺ മുതൽ ഇപ്പൊ ഇതിൽ നമ്മളിപ്പോ 2 വീലറും 3 വീലറും ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള മാർക്കറ്റ് ട്രെൻഡ് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ കോഴ്സിൽ സെറ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ നമ്മൾ ജൂൺ മുതൽ നമ്മൾ ഇതിലൊരു ചെറിയ മാറ്റം വരുന്നുണ്ട്, ഫീസിലൊക്കെ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ 4 വീലും കൂടെ ഇപ്പോഴും നമ്മളെ നിലവിലുള്ള കോഴ്സിൽ 4 വീൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അത് പിന്നെ കൂടുതലായിട്ടും ചിലപ്പോൾ ചെയ്തുകൊണ്ട് 4 വീലറിന് ഔട്ട് ഓഫ് ആറിന്റെ അത്രയധികം വണ്ടികൾ വന്നു തുടങ്ങിയിട്ടില്ല. നിലവിലുള്ള കുറച്ച് വണ്ടികൾ മാത്രമേ, അതായത് ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഔട്ട് ഓഫ് ആറിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സാധ്യത ഇനിയും കുറച്ച് വൈകും. പക്ഷെ 2ഉം 3ഉം വലിയ സാധ്യതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ. പക്ഷെ ജൂൺ മുതൽ നമ്മൾ അതിൽ കുറച്ചും കൂടെ ഒന്ന് വൈഡായിട്ട് 4 വീലർ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യും. അപ്പൊ ജൂൺ മുതൽ ഒരു ഫുൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ 2, 3, 4 3 ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാക്കേജ് ചെയ്യാനുള്ള സംവിധാനം. ഈ ഒരു 1 ഡേ കോഴ്സിനൊക്കെ നമുക്ക് എങ്ങനെയാണ് വർക്ക്ഷോപ്പിന്? 1 ഡേ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 10 മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ടൈമാണ്. അത് ഫുള്ളി പ്രാക്ടിക്കൽ കാര്യം. അത് നമ്മൾ ഒരു ഒരാൾക്ക് നമ്മൾ 3,000 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 3,000 രൂപ മുതൽ നമുക്ക് നല്ല അടിപൊളി കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ പ്ലസ് 2 കഴിഞ്ഞ് നമുക്ക് എന്താണ് എന്നുള്ള കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ജോലി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ റൂട്ട്സിക്ക് നേരെ വരിക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത് വരുന്നത് കറക്റ്റ് നമുക്ക് കോഴിക്കോട് ബോർഡർ ആണ് വരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് നമ്മുടെ കിൻഫ്ര, കാക്കഞ്ചേരി കിൻഫ്ര ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്ക്. അതിലാണ് നമ്മുടെ ഈ റൂട്ട്സ് ടെക്നോളജീസ് വരുന്നത്. അപ്പൊ അത് രാമനാട്ടുകര എന്ന് എനിക്കൊരു 2-3 കിലോമീറ്റർ വ്യത്യാസം വരുന്നുള്ളൂ. യൂണിവേഴ്സിറ്റിക്കും ഒരു 2 കിലോമീറ്റർ ഹൈവേ തന്നെയാണ്, നാഷണൽ ഹൈവേ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പൊ നമുക്ക് ഈ ഒരു പിന്നെ നമ്മളെ ഈ റൂട്ട്സ് ടെക്നോളജി വരുന്നത് ശരിക്കും മലപ്പുറം കാലിക്കറ്റ് ബോർഡർ ആണ് ഈ വരുന്നത്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തായിട്ട് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് നമ്മൾ ഈ റൂട്ട്സ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ലാബ് സൗകര്യങ്ങളോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കിൻഫ്ര നമ്മൾ അടിച്ചു കൊടുത്താൽ നമുക്ക് അതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.